അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 8ാമത്തെ പാഠം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ച് തദ്രീബാത്ത് കൂടെ നോക്കാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ അവർ വിജയിച്ചിരിക്കുന്നു. പാഠത്തിലൂടെ പറയുന്നത് ഭക്തിയോടുകൂടെയുള്ള ഇബാദത്തിനെ കുറിച്ചാണ്. നിസ്കരിക്കുമ്പോൾ ഖുശൂഅോടുകൂടെ, ഭക്തിയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ഓടി വരണേ ഓടി വരണേ പാമ്പ് പാമ്പ്, വീട്ടുകാർ ഉറക്കെ കരഞ്ഞു. അയൽവാസികൾ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു. കുട്ടിയെ പാമ്പ് ചുറ്റിയിരിക്കുന്നു. അവർ പാമ്പിനെ കൊന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ജനങ്ങളെ കണ്ട അദ്ദേഹം ചോദിച്ചു, നിങ്ങളെല്ലാവരും എന്താ ഇവിടെ? ചത്തുകിടക്കുന്ന പാമ്പിനെ ചൂണ്ടി അവർ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുശൂഅ് നോക്കൂ. ഉസ്താദ് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ തൻ്റെ മകൻ്റെ ശരീരത്തിൽ പാമ്പ് ചുറ്റിയിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ മകൻ്റെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്തു? പാമ്പ് ചുറ്റി. വീട്ടുകാരെല്ലാം എന്ത് പറയുന്നുണ്ട്? ഓടി വരണേ ഓടി വരണേ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരൊക്കെ കരഞ്ഞ് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അയൽവാസികളൊക്കെ ഓടി വന്നിട്ട് ആ പാമ്പിനെ കൊന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ ശരീരത്തിൽ നിന്ന് പാമ്പിനെ എടുത്തു കളഞ്ഞ് അതിനെ കൊന്ന്. പക്ഷേ ഈ വിവരമൊന്നും ആരറിയണില്ല. അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങൾ അറിയണില്ല. ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്, അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു അത്? ബഹുമാനപ്പെട്ടവരുടെ നിസ്കാരത്തിലുള്ള ഖുശൂഅ് ആയിരുന്നു അത്. അത്രക്കും ഭക്തിയോടുകൂടെയായിരുന്നു ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചിരുന്നത്. ആ ഒരു രൂപത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. ഭക്തിയോടുകൂടെ ഖുശൂഅോടുകൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ അത്രയും പേര് കരഞ്ഞിട്ടൊന്നുമില്ല, കേട്ടില്ല എന്നതാണ്. അത്രക്കും ആത്മാർത്ഥതയോടുകൂടി ഭക്തിയോടുകൂടെ നിസ്കരിച്ചു എന്നതാണ്. എന്നാൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തോ ഒരു കൊതുകിൻ്റെ മൂളൽ കേട്ടാൽ ആ കൊതുക് എങ്ങോട്ടാണ് പോകണമെന്നുള്ള ശ്രദ്ധയാണ് കാരം. അതല്ലെങ്കിൽ മുമ്പിലൂടെ ഒരു ഉറുമ്പരിക്കുന്നുണ്ടെങ്കിൽ ആ ഉറുമ്പ് നമ്മളെ കാൽമക്ക് വരുമോ എന്നുള്ളൊരു ഇതിലേക്കാണ് നമ്മൾ നിൽക്കുക. അപ്പോൾ ആ രീതിയിലല്ല നമ്മൾ നിസ്കരിക്കേണ്ടത്. പിന്നെ എങ്ങനെ നിസ്കരിക്കണം? ഖുശൂഅോടുകൂടെ, അല്ലാഹു തആലക്ക് അള്ളാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് എന്ന ഒരു രീതിയിൽ ഭക്തിയോടുകൂടെയായിരിക്കണം നാം നിസ്കരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് കാര്യം പറയുന്നു. നിസ്കാരം അല്ലാഹു തആലയോടുള്ള അഭിമുഖ സംഭാഷണമാണ്. നിസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും ഭക്തിയോടെയും പൂർണ്ണ മനസ്സാന്നിധ്യത്തോടെയും ചെയ്യണം. കണ്ട, നിസ്കാരം അല്ലാഹു തആലയോടുള്ള അഭിമുഖ സംഭാഷണമാണ്. ഒരാളായിട്ട് നമ്മൾ അഭിമുഖമായിട്ട് സംഭാഷണം നടത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരാളെ സംസാരിക്കുന്ന സമയത്ത് വേറൊരാളോട് നമ്മൾ മുഖം തിരിച്ചു കഴിഞ്ഞാൽ ആരോടാണോ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്, ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത്, അവർക്കൊരു വെറുപ്പുണ്ടാവും. അത് നമ്മൾ രണ്ടാളോട് ഇങ്ങനെ കാര്യപ്പെട്ടൊരു വിഷയം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ സംസാരിക്കുന്നതിനിടെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് മറ്റവനക്ക് മറുപടി കൊടുക്കാൻ നിന്നാൽ നമ്മൾ സംസാരിച്ച് നിന്നിരുന്ന അവനക്ക് നമ്മളോടൊന്നുണ്ടാവും ഒരു വൈമനസ്യം ഉണ്ടാവും. ഇതേ അവസ്ഥയായിരിക്കും അള്ളാഹുവിനും നമ്മളോട് ഉണ്ടാവുക. അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിനിടയിൽ അവിടെ വേറൊന്നും വരാൻ പാടില്ല, മറ്റൊരു ചിന്തകളും വരാതെ ആ ഒരു ഭക്തിയോടുകൂടെ അള്ളാഹുവിനോടാണ് നാം സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു ഭക്തിയോടുകൂടെയായിരിക്കണം നാം നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും ഭക്തിയോടെയും പൂർണ്ണ മനസ്സാന്നിധ്യത്തോടുകൂടെയും എന്ത് ചെയ്യണം? നല്ല മനസ്സാന്നിധ്യം വേണം ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത്. അല്ലാഹു തആല പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭക്തിയുള്ള സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. നിസ്കാരത്തിൽ നല്ല ഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന സത്യവിശ്വാസികൾ തീർച്ചയായിട്ടും അവർ വിജയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറയുന്നു, നിസ്കാരം എനിക്കും അടിമക്കുമിടയിൽ ഞാൻ രണ്ടായി പകുത്തിയിട്ടുണ്ട്. നിസ്കാരം എനിക്കും അടിമക്കുമിടയിൽ ഞാൻ രണ്ടായി പകുത്തിയിട്ടുണ്ട്. കാരണം നിസ്കാരത്തെ രണ്ട് ഭാഗമാക്കിയിട്ടുണ്ട്. നിസ്കാരം എൻ്റെ അടിമക്കുള്ളതാണ്, അതേപോലെ അത് എനിക്കുമുള്ളതാണ്.
അങ്ങനെ 2 ഭാഗമാക്കിയിട്ടുണ്ട് അള്ളാഹു താല. എന്നിട്ട് അള്ളാഹു താല പറയാണ്, എൻ്റെ അടിമക്ക് അവൻ ചോദിക്കുന്നതെല്ലാം ഉണ്ട്. നിസ്കാരത്തിൽ നാം റബ്ബിനോട് എന്തെല്ലാമാണോ ചോദിക്കുന്നത് അതെല്ലാം അള്ളാഹു തആല നമുക്ക് നൽകും. പക്ഷേ നമ്മുടെ ചോദ്യം എങ്ങനെയായിരിക്കണം? ഭക്തിയോട് കൂടെയായിരിക്കണം നാം ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നു എന്നിട്ട് പറയാണ്, അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, ഫാത്തിഹ ഓതുന്ന സമയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറഞ്ഞാൽ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതി എന്ന് നമ്മളെ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു തആല പറയുന്നത് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. അവൻ അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എല്ലാവർക്കും കരുണ ചെയ്യുന്നവർ. റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യും. ഇവിടെ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ നാളെ എവിടെ കിട്ടുള്ളൂ? പരലോകത്തെത്തുമ്പോൾ. അപ്പോൾ അവൻ അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറയും. എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആലയും പറയും. അവൻ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ എന്നെ മഹത്വൽക്കരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറയും. മാലിക് യൗമിദ്ദീൻ എന്ന പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു. അപ്പോൾ ആ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല പറയും, എൻ്റെ അടിമ എന്നെ മഹത്വൽക്കരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറയും. അവൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പറയും, ഇത് എനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള കാര്യമാണ്. എൻ്റെ അടിമയ്ക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. ഇതെൻ്റെയും എൻ്റെ അടിമക്കുമുള്ള ഇടയിലുള്ള കാര്യമാണ്. പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദു, ഇയ്യാക നഅ്ബുദു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ അത് അള്ളാഹു തആലക്കുള്ളതാണ്. വ ഇയ്യാക നസ്തഈൻ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു, അത് അടിമക്കുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് എനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ളതാണ്. നഅ്ബുദു അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നു, അത് അള്ളാഹുവിനുള്ളത്. നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുന്നു, അതാർക്കുള്ളതാണ്? അത് അടിമക്കുള്ളത്. എന്നിട്ട് അള്ളാഹു തആല പറയുകയാണ്, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. ഇനി അടുത്ത് അവൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറയും, ഇത് എൻ്റെ അടിമക്കുള്ളതാണ്. എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. എന്താ അവിടെ അവൻ ചോദിച്ചത്? ഇത് എൻ്റെ അടിമക്കുള്ള, രണ്ടാക്കൊന്നും പറഞ്ഞില്ല, ഇത് എൻ്റെ അടിമക്കുള്ളതാണ്. എന്താ അടിമ അവിടെ ചോദിക്കണത്? ഞങ്ങളെ നേർവഴിയിലാക്കണമേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. അതാ പറഞ്ഞത് ഇത് എൻ്റെ അടിമക്കുള്ളതാണ്, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. ഖുശൂ ഉള്ളവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഉസ്താദ് ദുആ ചെയ്തു, കുട്ടികളെല്ലാം ആമീൻ പറഞ്ഞു. അപ്പോൾ ഈ പാഠത്തിലുള്ള ആകത്തുക എന്ന് പറയുന്നത് നിസ്കരിക്കുന്ന സമയത്ത് വളരെ ഭക്തിയോടുകൂടെയായിരിക്കണം നാം എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. മറ്റൊരു ഭാഗത്തേക്കും ശ്രദ്ധ കൊടുക്കാതെ, മറ്റുള്ള ഒരു മേഖലയെക്കുറിച്ചും ചിന്തിക്കാതെ നിസ്കാരത്തിലായിരിക്കണം. അല്ലാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിലാണ് ഞാൻ എന്ന ആ ഒരു വിശ്വാസത്തോടുകൂടെ, ആ ഒരു ഭക്തിയോടുകൂടെയായിരിക്കണം നാം നിസ്കരിക്കേണ്ടത്. അസ്വലാത്തു മുനാജാത്തുൽ അബ്ദി റബ്ബിഹി, അടിമ അല്ലാഹു തആലയോട് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതികളും സർവ്വലോക രക്ഷിതാവായ അള്ളാഹു തആലക്കാണ്. ഫാത്തിഹൻ്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. അർ റഹ്മാനിർ റഹീം, അവൻ റഹ്മാനും റഹീമുമാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമയാണവൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അടുത്ത ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തേണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. എന്നാൽ നേർവഴി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയുകയാണ്, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിനിരയായവരുടെയും വഴി പിഴച്ചവരുടെയും മാർഗത്തിലേക്കാക്കരുതേ.
ഇനി ആമീൻ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അപ്പോൾ ഫാത്തിഹ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥന രൂപത്തിലാണ്. അവിടെ അള്ളാഹുവിനോട് സന്മാർഗം ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹു താല സന്മാർഗത്തിലാക്കുമ്പോൾ തന്നെ ഏത് വഴിയിലേക്ക് ആക്കരുത്, വഴിവെച്ചവരുടെയും അതുപോലെ തന്നെ അള്ളാഹു താല കോപിച്ചവരുടെയും വഴിയിലേക്ക് ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫാത്തിഹ സൂറത്തിലൂടെ നമ്മളെന്ത് ചെയ്യാണ്, ദുആ ചെയ്യണം. അപ്പോൾ ഈ ഫാത്തിഹയുടെ അർത്ഥം കൃത്യമായിട്ട് എല്ലാവരും അത് പഠിച്ചിരിക്കണം. ഇനി അടുത്തത് നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു, റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കരുണ ചെയ്യുന്നവൻ, ആർക്കെന്നില്ല എല്ലാവർക്കും കരുണ കിട്ടും, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും ഈ ലോകത്ത്. റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് കരുണ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണോ അള്ളാഹുവിനെ വഴിപ്പെട്ട് അവർക്ക് മാത്രമേ അവിടെ പരലോകത്ത് കരുണ ലഭിക്കുള്ളൂ. അടുത്ത ഖുശൂ എന്ന് പറഞ്ഞാൽ ഭക്തി, മാലിക്കുൻ ഉടമസ്ഥൻ, സിറാത്ത് വഴി, അൽഹംദ് പറഞ്ഞാൽ സർവസ്തുതിയും, യോമു എന്ന് പറഞ്ഞാൽ ദിവസം. ഇനി നെസ്സിൽ ചേരുമ്പടി ചേർക്കാനാണ്. ഒന്ന് അസ്സിറാത്തുൽ മുസ്തഖീം, എന്താ അതിൻ്റെ അർത്ഥം? ആൻസർ ഡി ആണ്, നേർമാർഗം. രണ്ട് ഇയ്യാക നഅ്ബുദു, അതിൻ്റെ അർത്ഥം എഫ് ആണ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക നസ്തഈൻ, ആൻസർ എ ആണ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. റബ്ബിൽ ആലമീൻ, ആൻസർ ബി ആണ്, സർവ്വലോകരക്ഷിതാവായ. അടുത്ത യൗമിദ്ദീൻ, ആൻസർ ജി, പ്രതിഫലം നൽകുന്ന നാൾ. അടുത്തത് അൽ മഗ്ലൂബി അലൈഹിം, ആൻസർ എച്ച് ആണ്, നിൻ്റെ കോപത്തിന് ഇരയായവർ. അൻഅംത അലൈഹിം, ആൻസർ സി, നീ അനുഗ്രഹിച്ചവർ. അടുത്തത് 8 ലോലീൻ എന്ന് പറഞ്ഞാൽ ആൻസർ ഇ ആണ്, പിന്നെ വഴി പിഴച്ചവർ. ഇനി നുബയ്യന്, നാലാമത്തെ നുബയ്യന് സന്ദർഭം വിവരിക്കാനാണ്. ഒന്ന് നിങ്ങളെല്ലാവരും എന്താ ഇവിടെ, ഇത് ആര് ചോദിച്ചു, ആരോട് ചോദിച്ചു, എപ്പോൾ ചോദിച്ചു? നിസ്കാരത്തിലായിരുന്ന അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ജനങ്ങളെ കണ്ട് അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചതാണ് നിങ്ങളെല്ലാവരും എന്താ ഇവിടെയെന്ന്. ഇനി അടുത്ത് നംല ഉൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കണം. എന്താണത്? അടിമ പറയുന്നു. അപ്പോൾ അല്ലാഹു തആല അടിമ പറയുന്നു, അല്ലാഹു തആല പറയുന്നു. അപ്പോൾ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അടിമ പറഞ്ഞാൽ അല്ലാഹു തആല എന്താ പറയുക? എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാൻ റഹീം എന്ന് അടിമ പറഞ്ഞാൽ അല്ലാഹു തആല പറയും എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ അടിമ പറഞ്ഞാൽ അല്ലാഹു പറയും എൻ്റെ അടിമ എന്നെ മഹത്വൽക്കരിച്ചിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അടിമ പറഞ്ഞാൽ അല്ലാഹു തആല പറയും ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കാര്യമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന അടിമ പറഞ്ഞാൽ ഇത് എൻ്റെ അടിമക്കുള്ളതാണ്, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. ഇവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാണ്ട് എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. ഇവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളിടത്ത് ഇവിടെ ചേർത്ത് കൊടുക്കണം. പിന്നെ എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട് എന്നവിടെ ചേർത്ത് കൊടുക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് ഇതോടെ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുശൂഅോടുകൂടെ ഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിക്കാനും ഏതെല്ലാം കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ആ കർമ്മങ്ങളിലൊക്കെ വളരെ ഭക്തിയോടുകൂടെ നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.